ഹരേ കൃഷ്ണ. കജൻ്റെയും ദേവയാനിയുടെയും കഥയുടെ ബാക്കി ഭാഗം, രണ്ടാം ഭാഗമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അങ്ങനെ അസുരഗുരുവിൽ നിന്നും സഞ്ജീവനി മന്ത്രം നേടിവന്ന കജനെ ദേവന്മാർ സന്തോഷപൂർവം സ്വീകരിച്ചു. അവർ കജനിൽ നിന്നും ആ മന്ത്രം ഗ്രഹിച്ച് നഷ്ടപ്പെട്ടു പോയ ദേവന്മാരെയെല്ലാം വീണ്ടും ജീവിപ്പിച്ചു. സഞ്ജീവനി മന്ത്രം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാരിൽ ആത്മവിശ്വാസം കൂടി. അസുരന്മാരുടെ നേരെ ഒരു കടന്നാക്രമണത്തിന് അവർ തയ്യാറെടുത്തു. ഇന്ദ്രൻ ദൈത്യന്മാരുടെ നേരെ പ്രചണ്ഡമായ ആക്രമണം അഴിച്ചുവിട്ടു. അപ്രകാരം ദൈത്യന്മാരെ തുരത്തിക്കൊണ്ട് പാഞ്ഞു വന്ന ഇന്ദ്രൻ വഴിമധ്യേയുള്ള ഒരു വനത്തിൽ ചെന്നുപെട്ടു. ആ വനത്തിൽ അനേകം സ്ത്രീകൾ നിൽക്കുന്നതായി കണ്ടു. കുറച്ചു കന്യകമാർ ജലക്രീഡ നടത്തുകയായിരുന്നു. ഒരു കൗതുകത്തിന് ഇന്ദ്രൻ വായുരൂപം പൂണ്ട് ജലാശയത്തിൻ്റെ കരയിൽ സൂക്ഷിച്ചിരുന്ന കന്യകമാരുടെ വസ്ത്രങ്ങൾ പറത്തിക്കളഞ്ഞു. വസ്ത്രങ്ങൾ പറന്നു പോകുന്നത് കണ്ട് കന്യകമാർ ഓടി വന്ന് അവ പിടിച്ചെടുത്തു. അപ്രകാരം വസ്ത്രങ്ങൾ എടുക്കുന്ന വേളയിൽ വൃക്ഷപർവൻ്റെ പുത്രിയായ ശർമ്മിഷ്ഠയ്ക്ക് കയ്യിൽ കിട്ടിയത് ദേവയാനിയുടെ വസ്ത്രമായിരുന്നു. അവൾ അത് ഉടുക്കുകയും ചെയ്തു. ഈ വസ്ത്രം തൻ്റേതല്ലെന്ന കാര്യം ശർമ്മിഷ്ഠയ്ക്ക് അപ്പോൾ അറിയുമായിരുന്നില്ല. തൻ്റെ വസ്ത്രങ്ങളെടുത്തു ധരിച്ചതിൽ ദേവയാനി ക്രോധം പൂണ്ട് വഴക്കു കൂടുന്ന വേളയിൽ ദേവയാനി വിളിച്ചു പറഞ്ഞു, എടി, നീ അസുരൻ്റെ മകളല്ലേ? ഞാൻ രാജഗുരുവിൻ്റെ പുത്രിയാണ്. എൻ്റെ വസ്ത്രം എടുത്തുടുക്കാൻ എങ്ങനെ നിനക്ക് ധൈര്യം വന്നു? നീ ആചാരഭ്രഷ്ടയാണ്. ആചാരഭ്രഷ്ടിൻ്റെ തിക്തഫലം നീ അനുഭവിക്കുക തന്നെ വേണം. ഉടനെ ശർമ്മിഷ്ഠ തിരിച്ചടിച്ചു, കൊള്ളാമടി കൊള്ളാം, നീ എന്തൊക്കെയാണ് പറയുന്നത്? നിന്റെ അച്ഛൻ എപ്പോഴും എൻ്റെ അച്ഛൻ്റെ പിന്നാലെ നടക്കുന്നവനല്ലേ? അയാളൊന്നും എൻ്റെ അച്ഛനെ സ്തുതിക്കുന്ന ആളാണ്. അത്തരത്തിലുള്ള ഒരു സ്തുതി പാഠകൻ്റെ മകൾക്ക് ഇത്ര അഹങ്കാരമോ? ഇത് കേട്ട് ദേവയാനിയുടെ ക്രോധം ആളിക്കത്തി. അവൾ ശർമ്മിഷ്ഠയുടെ വസ്ത്രം പിടിച്ചഴിക്കാൻ മുതിർന്നു. രണ്ടുപേരും പിടിയും വലിയുമായി. ശർമ്മിഷ്ഠ ദേവയാനിയെ ആഞ്ഞു തള്ളി. ആ തള്ളലിൻ്റെ ആഘാതത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിൽ ദേവയാനി വീണു. അവൾ ചത്തു കാണുമെന്ന് വിചാരിച്ച് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ശർമ്മിഷ്ഠ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ സമയം യയാതി മഹാരാജാവ് മൃഗയാ വിനോദത്തിലേർപ്പെട്ട് കിണറിൻ്റെ അരികിൽ വരുവാനിടയായി. കുതിരയ്ക്ക് വെള്ളം കിട്ടുമോ എന്നന്വേഷിച്ചുള്ള വരവായിരുന്നു. പൊട്ടക്കിണറാകിയാൽ അതിൽ വെള്ളമുണ്ടോ എന്ന് നോക്കിയ യയാതിയുടെ ദൃഷ്ടിയിൽ അവിടെ വീണ് കിടക്കുന്ന സുന്ദരി വന്നുപെട്ടു. മഹാരാജാവ് കിണറ്റിലേക്ക് തല നീട്ടി ചോദിച്ചു, ഹേ സുന്ദരി, നീ ആരാണ്? ഈ കിണറ്റിൽ നീ എങ്ങനെയാണ് വീണത്? ഇത് കേട്ട് ദേവയാനി സങ്കടപൂർവ്വം പറഞ്ഞു, ഞാൻ ശുക്രാചാര്യൻ്റെ മകളായ ദേവയാനിയാണ്. എൻ്റെ അച്ഛന് ദേവാസുര യുദ്ധത്തിൽ ചത്തുവീഴുന്ന അസുരന്മാരെ സഞ്ജീവനി മന്ത്രം കൊണ്ട് പുനർജീവിപ്പിക്കുന്ന ജോലിയാണ്. ഞാനിവിടെ ഇങ്ങനെ കിടക്കുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അവിടുന്ന് എൻ്റെ വലത്തെ കൈ പിടിച്ച് കരയ്ക്ക് കയറ്റിയാലും. അങ്ങ് കുലീനനും ബലശാലിയും ശാന്തനും യശസ്വിയുമാണ്. ഞാനത് മനസ്സിലാക്കുന്നു. എന്നെ കിണറ്റിൽ നിന്നും കരകയറ്റുന്നത് അങ്ങയ്ക്ക് വലിയ മഹത്വം നേടിത്തരും. ഇത് അങ്ങയ്ക്ക് യോജിച്ച കർമ്മം തന്നെ. അതൊരു ബ്രാഹ്മണ കുട്ടിയാണെന്ന് ധരിച്ച യയാതി അവളെ കൈപിടിച്ച് കരയ്ക്കു കയറ്റി. തുടർന്ന് കന്യകയോട് അനുമതിയും വാങ്ങി രാജാവ് രാജധാനിയിലേക്ക് മടങ്ങി. തന്നെ കൊല്ലാൻ ശ്രമിച്ചതിൽ അത്യന്തം വ്യാകുല ചിത്തയായി തീർന്ന ദേവയാനി ശോകരൂഢമായി കാട് കടന്ന് പട്ടണത്തിൻ്റെ സമീപത്തെത്തി. എന്നിട്ടവൾ തൻ്റെ തോഴിയോട് പറഞ്ഞു, ദാസി, നീ എൻ്റെ അച്ഛൻ്റെ അടുത്തു പോകണം. എന്നിട്ട് അദ്ദേഹത്തെ അറിയിക്കണം, ഈ വൃഷപർവൻ്റെ രാജ്യത്ത് ഞാനിനി കാലുകുത്തുകയില്ല.
നടന്ന കാര്യങ്ങളെല്ലാം ദേവയാനി ദാസിയെ ധരിപ്പിച്ചു. ദേവയാനി അനുഭവിക്കേണ്ടി വന്ന ക്ലേശമോർത്ത് ശുക്രാചാര്യൻ വിതുമ്പി. അദ്ദേഹം മകളുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്നിട്ടവളെ ചേർത്തുപിടിച്ച് സ്വാന്തനിപ്പിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, മകളെ, എല്ലാവർക്കും അവരവരുടെ കർമ്മഫലമനുസരിച്ചിട്ടുള്ള സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. നീ എന്തെങ്കിലും അരുതാത്തത് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് നിനക്ക് ഈ തിരിച്ചടി ഉണ്ടായത്. ദേവയാനി പറഞ്ഞു, പിതാശ്രീ, ഇത് തിരിച്ചടിയോ എന്തോ ആകട്ടെ, എനിക്കിനി ഒറ്റ കാര്യം മനസ്സിലാക്കണം. വൃഷപർവന്റെ മകൾ ദേഷ്യം കൊണ്ട് ചുമന്ന കണ്ണുകളോടെ കർക്കശമായ സ്വരത്തിൽ എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛൻ ഞങ്ങളുടെ വൈതാളികനാണ്. അയാൾ ഞങ്ങളെ സ്തുതിക്കാറുണ്ട്, ഞങ്ങളിൽ നിന്നും ഭിക്ഷ വാങ്ങാറുണ്ട്. അവൾ പറഞ്ഞതൊക്കെ ശരിയാണോ? ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഞാനിപ്പോൾ ശർമ്മിഷ്ഠയുടെ അടുത്തുപോയി അവളുടെ കാലു പിടിക്കാം. ഇതു കേട്ട് ശുക്രാചാര്യൻ പറഞ്ഞു, മകളെ, നിന്റെ പിതാശ്രീ വൈതാളികനുമല്ല, ഭിക്ഷക്കാരനുമല്ല. ആരെയും സ്തുതിക്കാത്ത, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ഒരു ബ്രാഹ്മണന്റെ പവിത്രയായ മകളാണു നീ. ഈ സത്യം വൃഷപർവനും ഇന്ദ്രനും യയാതിക്കുമറിയാം. ഒരുവന്റെ ചിന്തയ്ക്കപ്പുറമുള്ള ബ്രാഹ്മണഭാവവും ഐശ്വര്യഭാവവും എനിക്ക് കൈമുതലായുണ്ട്. ബ്രഹ്മദേവൻ എന്നെ സർവ അധികാരിയായി കണക്കാക്കിയിട്ടുണ്ട്. 3 ലോകങ്ങളിലും സമസ്ത വസ്തുക്കളുടെയും ഉടമയാണു ഞാൻ. ഞാൻ തന്നെയാണ് മഴ പെയ്യിക്കുന്നതും ഔഷധികളെ പോഷിപ്പിക്കുന്നതും. ഞാനീ പറഞ്ഞതിൽ ഒരു കള്ളവുമില്ല. തുടർന്ന് ശുക്രാചാര്യൻ ദേവയാനിയെ അനുനയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അന്യന്റെ നിന്ദ സഹിച്ചു കൊടുക്കുന്നവൻ ജീവിതത്തിൽ വിജയിക്കും. അയാളാണ് ജിതക്രോധൻ. ക്ഷമാശീലം കൊണ്ട് ക്രോധത്തെ വെല്ലുന്നവൻ മഹാനാണ്. ക്രോധം നിയന്ത്രിക്കുന്നവനും നിന്ന സഹിക്കുന്നവനും ദുഃഖം വിഴുങ്ങുന്നവനും പരമപുരുഷാർത്ഥത്തെ ഭുജിക്കും. 100 വർഷം യജ്ഞം ചെയ്തവൻ ഒരു ഭാഗത്തും ജീവിതത്തിൽ ക്രോധം കാട്ടാത്തവൻ മറുഭാഗത്ത് നിൽക്കുന്നുവെന്നിരിക്കട്ടെ. ഇവരിൽ ക്രോധം കാട്ടാത്ത ആളാണ് മഹാൻ. പരസ്പരം വിരോധിക്കുന്നത് മണ്ടന്മാരായ മനുഷ്യരാണ്. വിവേകമുള്ളവർ നീ ഇപ്പോൾ പറയുന്നത് പോലെ പറയരുത്. ഇത് കേട്ട് ദേവയാനി അച്ഛനോട് മറുപടി പറഞ്ഞു, എൻ്റെ അച്ഛ, ഞാനിപ്പോഴും ബാലികയാണ്. എന്നാലും എനിക്ക് ധർമാധർമ്മ വിവേകമുണ്ട്. ക്ഷമിക്കണമെന്നതും സഹിക്കണമെന്നതും എനിക്കറിയാം. പക്ഷേ ഈ നിന്ന എനിക്ക് സഹിക്കാൻ കഴിയില്ല. സദാചാരവും കുലീനതയും മറ്റൊരുവൻ നിന്ദിക്കുകയാണെങ്കിൽ അവനോടൊപ്പം കഴിയരുത്. സദാചാരവും കുലീനതയും അംഗീകരിക്കുന്നിടത്ത് മാത്രമേ മാന്യന്മാർ വസിക്കാവൂ. ദേവയാനിയുടെ ഈ വിധത്തിലുള്ള വാക്കുകൾ കേട്ട ശുക്രാചാര്യൻ പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം നേരെ വൃഷപർവന്റെ രാജസഭയിലെത്തി. തുടർന്ന് ക്രോധഭരിതനായി ഇപ്രകാരം പറഞ്ഞു, മഹാരാജാവേ, ഒരു അധർമ്മിക്ക് ചിലപ്പോൾ ഉടനടി അതിൻ്റെ തിക്തഫലം കിട്ടിയെന്ന് വരികയില്ല. എന്നാൽ കാലം ചെല്ലുമ്പോൾ അവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. മുമ്പ് നിങ്ങളുടെ ആളുകൾ ഗുരുശുശ്രൂഷ തൽപരനായ കജനെ 3 പ്രാവശ്യം കൊന്നു. ഇന്നിതാ നിങ്ങൾ എൻ്റെ മകളെ കൊല്ലാനായി പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണ്. ഞാനൊരു വൈതാളികനാണ് എന്നല്ലേ നിങ്ങളുടെ വിചാരം? ഇത് കേട്ട് വൃഷപർവൻ പറഞ്ഞു, ശുക്രഭഗവാനെ, അങ്ങയെ ഒരിക്കലും തെറ്റുകാരനായോ അധാർമികനായോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്തരത്തിലൊരുവനാണ് അങ്ങെന്ന് പറഞ്ഞു കേട്ടിട്ടുമില്ല. അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ഞങ്ങൾ ആബാലവൃദ്ധം കടലിൽ ചാടി ആത്മഹത്യ ചെയ്യും. അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാശ്രയമില്ല. ഇത് കേട്ട് ശുക്രാചാര്യൻ മഹാരാജാവിനോട് പറഞ്ഞു, നിങ്ങൾ സമുദ്രത്തിൽ ചാടി ചാവുകയോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും പോയി മൺമറയുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ. എനിക്കെൻ്റെ പ്രിയപ്പെട്ട മകളെ നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. അവൾ എൻ്റെ പ്രാണനേക്കാൾ ശ്രേഷ്ഠയാണ്. ഞാനിവിടെ നിൽക്കണമെങ്കിൽ അവൾ തൃപ്തയാകണം. പറ്റുമെങ്കിൽ നിങ്ങൾ അവളെ സ്വാന്തനപ്പെടുത്തിക്കൊള്ളുക. വൃഷപർവൻ ദേവയാനിയുടെ അടുത്തു ചെന്ന് പറഞ്ഞു, ദേവി ദേവയാനി, ഞാൻ നീ ചോദിക്കുന്നതെന്തും തരാം. വിരോധം ഉപേക്ഷിച്ച് എന്നിൽ പ്രസന്നയാകൂ. ഇത് കേട്ട് ദേവയാനി പറഞ്ഞു,
അങ്ങനെയാണെങ്കിൽ 1000 കൊല്ലം ശർമ്മിഷ്ഠ എൻ്റെ ദാസിയായി എന്നെ സേവിക്കട്ടെ. ഞാൻ പോകുന്നിടത്തെല്ലാം അവൾ എന്നെ അകമ്പടി സേവിക്കട്ടെ. വൃഷപർവൻ സമ്മതിക്കുകയും അതിനുശേഷം ശർമ്മിഷ്ഠയ്ക്ക് ഒരു സന്ദേശം അയക്കുകയും ചെയ്യുന്നു. ആ സന്ദേശത്തിൽ ഇപ്രകാരം പറഞ്ഞു: കല്യാണാംഗി, നീ അവസരത്തിനൊത്ത് ഉയരുക, നമ്മുടെ വർഗത്തിന് അനുഗുണമായത് അനുഷ്ഠിക്കുക. ശുക്രാചാര്യർ ഇതാ നമ്മുടെ നാടുപേക്ഷിച്ചു പോകുന്നു. ദേവയാനി സന്തുഷ്ടയാകാതെ അദ്ദേഹം തൻ്റെ തീരുമാനം മാറ്റുകയില്ല. നീ ഓടിപ്പോയി ദേവയാനിയെ സന്തോഷിപ്പിച്ച് അവളുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുക. അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ച ശർമ്മിഷ്ഠ ദേവയാനിയുടെ അടുക്കൽ ചെന്ന് കാലു പിടിച്ചു. ഞാനിവിടെയും ഭവതിയുടെ ഭർതൃഗൃഹത്തിലും അവിടുത്തെ സേവികയായി ഇരുന്നു കൊള്ളാം. നിങ്ങൾ രാജ്യം ഉപേക്ഷിച്ച് പോകരുത്. ഇതുകേട്ട് ദേവയാനി പറഞ്ഞു: ശർമ്മിഷ്ഠേ, ഞാൻ ഭവതിയുടെ അച്ഛനിൽ നിന്നും ദാനധർമാദികൾ പറ്റുന്ന വില കുറഞ്ഞവളല്ല. അങ്ങനെയുള്ള ഈ ഉള്ളവളോടുകൂടി ഒരു മഹാന്റെ മകൾ എങ്ങനെ ദാസിയായിരിക്കും? ഇത് കേട്ട് ശർമ്മിഷ്ഠ പറഞ്ഞു: സമുദായത്തിന് ആപത്ത് വരുമ്പോൾ എന്തനുഷ്ഠിച്ചും അതിനെ രക്ഷിക്കണം. ഈ വിചാരത്തിലാണ് ഞാൻ ഭവതിയുടെ ദാസിയായിരിക്കുന്നത്. ഞാൻ വിവാഹിതയായാലും ഭവതിയുടെ ദാസീപദം ഉപേക്ഷിക്കുകയില്ല. ഇത്രയും കേട്ടപ്പോൾ ദേവയാനി പ്രസന്നയായി. ദേവയാനി ശുക്രാചാര്യനോടുകൂടി ആശ്രമത്തിലേക്ക് തിരികെ പോയി. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി ഭാഗമുണ്ട്. വളരെ രസകരമായ ഭാഗങ്ങളാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് വരാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലെങ്കിൽ ഇതിൻ്റെ ആദ്യ ഭാഗം കൂടി കേട്ടിട്ട് വേണം തുടർന്ന് കേൾക്കാനായിട്ട്. എങ്കിലേ കൃത്യമായി ആ കഥ മനസ്സിലാവുകയുള്ളൂ. മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ഇത്. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഹരേ കൃഷ്ണ.